എന്റെ കാര്യത്തിലോട്ട് കിണ്ടാൻ വരണ്ട. കിണ്ടാൻ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തുള്ള കാര്യം കൂടെ പറയാം. ശരി, അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അങ്ങ് CPM-ന്റെ ഔദ്യോഗിക വക്താവാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. അങ്ങ് CPM ഇടത് നിരീക്ഷകനെന്നാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതി കാണിച്ചിരിക്കുന്നതും. അങ്ങ് ഇടത് നിരീക്ഷകനായിട്ടാണ് ഇരിക്കുന്നതും. അപ്പോൾ CPM-ന്റെ ഔദ്യോഗിക വക്താവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് അതിനെക്കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ്. ഇത് ഞാൻ അങ്ങയോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, വീണ വിജയൻ ഇതുവരെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ കൊടുത്ത സേവനം ഇതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ അങ്ങ് വെറുതെ നെടുമങ്ങാട് പോയിട്ട്, നെടുമങ്ങാട് പോലെ BJP-യുടെ ഒരു B ക്ലാസ് മണ്ഡലത്തിൽ 10-40,000-ഓളം വോട്ട് പിടിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനൊരു വോട്ട് കേരളത്തിന് പുറത്ത് എത്ര മണ്ഡലങ്ങളിൽ CPM-ന് സ്വപ്നം കാണാൻ പോലും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നോട്ടയോട് പൊരുതി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നിരീക്ഷകനായിട്ട്, അതും വക്താവായിട്ടല്ല നിരീക്ഷകനായിട്ട് വന്നിരിക്കുന്ന അങ്ങയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, അങ്ങ് വീണ വിജയനോട് പറയുക, നിങ്ങൾ എന്താണ് സേവനം നൽകിയത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്ത് ന്യായീകരണം എവിടെ നിങ്ങൾ പൊതുസമൂഹത്തിനെ മുഴുവൻ അത്രയും നിസ്സാരമായിട്ടാണോ കണ്ടിരിക്കുന്നത്? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ബുദ്ധിയില്ല എന്നാണോ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, 166 റിപ്പോർട്ട് പേജുള്ള ഒരു റിപ്പോർട്ട് SFIO അന്വേഷിച്ച് പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. അങ്ങേക്ക് അത് മുഴുവനായിട്ട് തന്നെ വായിച്ചു നോക്കാവുന്നതാണ്. അതിനകത്ത് SFIO വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. മഞ്ജുഷ എന്റെ ഇൻട്രോയിലും പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കേണ്ട എന്ന് കരുതി തന്നെ, പക്ഷെ ആവർത്തിക്കേണ്ടി വരുന്നതാണ്. അതായത് എക്സാലോജിക്കിന് കൊടുക്കുമ്പോൾ മാത്രം 2.72 കോടി രൂപ കൊടുത്ത അതേ സേവനം അതിനുശേഷം ATNL എന്ന് പറയുന്ന ഒരു കമ്പനി വെറും 3 ലക്ഷം രൂപ സേവനത്തിന് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് എന്ത് ആനുവൽ മെയിന്റനൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്? ആനുവൽ മെയിന്റനൻസ് ഞാൻ സമ്മതിക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു ചക്ക, ആ ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ലക്ഷം രൂപയാണ് എന്റെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനം? നമ്മളൊരു കാറ് മേടിക്കുന്നു, നമ്മളൊരു 50 ലക്ഷം രൂപയുടെ കാറ് മേടിക്കുന്ന സമയത്ത് ഈ കാറിന്റെ ആനുവൽ മെയിന്റനൻസിന് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു 2 ലക്ഷം രൂപയുടെ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിച്ചിട്ടിട്ട് ആ കാറിന് എനിക്ക് മെയിന്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസം 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ആ വാദം ഡൈജസ്റ്റ് ആകണമെന്ന് അങ്ങ് പറയുന്നത്?